ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കട്ടെ. ഇന്നത്തെ പ്രവചനദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. സുദീർഘമായ ഒരു വചന പ്രഭാഷണത്തിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ മേലെ ഒരു വലിയ വിടുതൽ ഇന്ന് നടക്കുമെന്ന് യേശു എന്നോട് പറഞ്ഞു. ആ വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ശക്തമായിട്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കാനൊരു നിയോഗം തന്നാണ് കർത്താവിനെ ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ദൈവദൂതന്മാർ ഇറങ്ങും. നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്നിടത്ത് യേശു ഇറങ്ങി വന്ന് നിൽക്കുന്നു എന്നത് നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന നിലയിൽ നിങ്ങൾക്ക് ബോധ്യം നൽകുന്ന ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ഈ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് നടക്കാൻ പോവാം. അത്ര ഉറപ്പിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ദൈവം ഇത് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് രോഗികളും പീഡിതരും ബന്ധിതരുമൊക്കെയായി നിരവധി പ്രശ്നങ്ങളിൽ മനസ്സ് തകർന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിടുതലിന് വേണ്ടി തയ്യാറായിട്ട് വേണം ഈ ശുശ്രൂഷ കാണാൻ. നിങ്ങൾ ഓടി നടന്ന് പണി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഇന്നത്തേക്ക് മാത്രം സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് ഇത് ശുശ്രൂഷ കേൾക്കാൻ, പ്രാപിപ്പാൻ ഒന്ന് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ മിനിസ്ട്രി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹത്തോടെ, ഏറെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. രണ്ട് വാക്കുകൾ പറഞ്ഞ ശേഷം, രണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച ശേഷം ഇന്ന് ആ പ്രാർത്ഥനയിലേക്ക് തന്നെ കടക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഏലിയ പ്രവാചകൻ ആഹാബ് എന്ന രാജാവിൻ്റെ രഥത്തിന് മുമ്പേ ഓടിയ കാര്യം ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങൾ മുൻപേ ഓടാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞാണ് ഇന്നലത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചത്. അതിനെ പ്രതിപാദിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഒരു നായ നമ്മളായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഓടും പ്രാണരക്ഷാർത്ഥം. അന്നേരം നമുക്കൊരു ബലം കിട്ടും, നമ്മുടെ പരിപൂർണ വേഗതയിൽ നമുക്ക് ഓടാൻ. ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ പ്രാണരക്ഷാർത്ഥം ഓടുന്നതിന് വേഗത വളരെ കൂടുതലാണ്. അന്നേരം ഏത് മത്സരാർത്ഥിയേക്കാളും ഏത് അത്ലറ്റിനേക്കാളും വേഗതയിൽ നമുക്ക് ഓടാൻ കഴിയും. എന്നാൽ ഏലിയാവ് പ്രാണരക്ഷാർത്ഥമല്ല ഓടിയത്, ദൈവശക്തിയാലാണ് ഓടിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭൂമിയിലുള്ള ഏത് മനുഷ്യനേക്കാളും വേഗതയിൽ അന്നേരം ഓടാൻ കഴിഞ്ഞിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ്. ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ ശക്തി തന്നെ മേൽ വന്നിരുന്നു ആ സമയത്ത്. കുതിരകൾ ഓടുന്നത് അതിൻ്റെ കാലിൻ്റെ ബലത്തിലാണ്, അതിൻ്റെ കായിക ബലത്തിലാണ്. എന്നാൽ ഏലിയാവ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓടിയത് കുതിരകളുടെ ബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തിയാലാണ്. തൻ്റെ കായികക്ഷമതയാലല്ല, ദൈവത്തിൻ്റെ ശക്തിയാലാണ് താൻ ഓടിയത്. ഇന്നത്തെ ദൂത് ശ്രദ്ധിച്ചു കേട്ടോ. നിൻ്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാൻ പോവുക. അതിവേഗതയിൽ പെട്ടെന്ന് നടക്കാൻ പോകുന്ന ചില വലിയ ദൈവപ്രവൃത്തികൾക്ക് കാരണമാകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നുമല്ല. ഈ പ്രത്യേക സമയത്ത് നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുന്ന ദൈവത്തിൻ്റെ ശക്തിയാലാണ് വലിയ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു. പരിശുദ്ധാത്മാവ് വളരെ ആഴമായി പ്രവചിച്ച് പറയുന്നു, നിനക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടാൻ പോകുന്ന വിടുതലിന് വേണ്ടി തന്നെ കർത്താവ് തൻ്റെ ശക്തിയെ അയക്കുകയാണ്. നിന്നെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത ദിവസത്തിലാണ് നീ ഇന്ന് ജീവിച്ചു വന്നിരിക്കുന്നത്. ഈ ദിവസം കടന്നു പോകുന്നതിന് മുമ്പ് നിൻ്റെ ലൈഫിൽ നിർണായകമെന്ന് പറയുന്ന ഒരു ഭയങ്കര വിടുതൽ കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കും. നിൻ്റെ കായികക്ഷമത കൊണ്ടോ, നിൻ്റെ സാമ്പത്തിക ശക്തി കൊണ്ടോ, നിൻ്റെ ബന്ധങ്ങൾ കൊണ്ടോ പരിശ്രമിച്ചിട്ട് നടക്കാത്തത് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നതിനാൽ ഇത് നടക്കും. 2, കുതിരകൾ ഓടിയിട്ട് ഏലിയാവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ആര് ശ്രമിച്ചാലും, എത്ര കരുത്തുള്ളവർ ഇന്ന് നിനക്കെതിരെ നിൽപ്പുണ്ടെങ്കിലും അവർ തോക്കുന്ന കാഴ്ച നീ ഇന്ന് കാണും. നിന്നെ എതിർക്കുന്നവർ പരാജയപ്പെടുകയും എത്ര ശക്തിയുള്ളവർ നിന്റെ മറുഭാഗത്തുണ്ടെങ്കിലും കോടതി മുറികളിലടക്കം
വല്ലാത്ത ചില മത്സരങ്ങളിൽ, എതിരികളിൽ, പോരാട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ജയം നിൻ്റെ മേൽ വെളിപ്പെടുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഹൈലൈറ്റ് വിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന അസാമാന്യമായ ജയം അത് മഹിമയോടെ വെളിപ്പെടും. നിന്റെ ശത്രുവിൻ്റെ തല താഴും. ഇന്ന് എത്ര മിടുക്കന്മാർ ശ്രമിച്ചാലും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത നിലയിൽ ദൈവം നിന്നെ ഒരു അസാധാരണമായ വിജയമാക്കി വാഴിക്കാൻ പോവാണ്. അടുത്ത കാര്യം കേട്ടോണം. രാജാവിൻ്റെ രഥത്തിന് മുമ്പാകെ ഏലിയാവ് ഓടി. എന്നാൽ ഏലിയാവിന് രഥം നിഷേധിക്കപ്പെട്ടിരുന്നു. അയാൾ ഓടേണ്ടതായിട്ട് തന്നെ വന്നു. ഈ ഭൂമിയിൽ ഏലിയാവ് ഒരു രഥത്തെ ഓടിത്തോപ്പിച്ചപ്പോൾ ദൈവം ഏലിയാവിന് വേണ്ടി പിന്നീട് ചെയ്ത കാര്യം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥങ്ങളെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ പലതിനെയും ജയിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മഹത്വമേറിയ ചിലതിനെ ദൈവം ഭൂമിയിലേക്ക് അയക്കാൻ പോവാം. പറഞ്ഞ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു. നിന്നെ ഉയർത്താൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ചിലത് ദൈവം ഇന്ന് അയച്ചു തരും. ഇവിടെ പലതും നിഷേധിക്കപ്പെടുമ്പോൾ, ഇവിടെ പലതും നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് നിനക്ക് വേണ്ടി ചിലത് ദൈവം ഇന്ന് അയക്കും. കർത്താവ് നിനക്ക് വേണ്ടി മാത്രമായ ചില അത്ഭുത പ്രവൃത്തികളെ ഇന്ന് ചെയ്യും. സ്വർഗം തുറന്ന് താഴേക്കിന്ന് ചില നന്മകൾ വരാൻ പോവാണ്. സ്വർഗം തുറന്ന് നിന്നെ ഉയർത്തുവാനുള്ള ചില പദ്ധതികളെ ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. തയ്യാറായിക്കോ, വലിയ മാറ്റത്തിൻ്റെ സമയമാണ്. ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇത്രയും സമയമെടുത്തത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ പ്രാർത്ഥനയാണ്. ഈ ദൂത് മുറുകെ പിടിച്ചുകൊള്ളുക. നിന്നേക്കാൾ ശക്തിയേറിയതിനെ നീ ഇന്ന് ജയിക്കും. അത് നിൻ്റെ ബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ബലം കൊണ്ടാണ്. 2, നിന്നെ ഉയർത്താൻ വേണ്ടി പലതും നിഷേധിക്കപ്പെട്ട നിനക്ക് വേണ്ടി, ഇവിടെ പലതും നിഷേധിക്കപ്പെട്ട നിനക്ക് വേണ്ടി ദൈവ പൈതലേ, സ്വർഗത്തിൽ നിന്ന് ദൈവം ചിലത് നേരിട്ട് അയക്കാൻ പോവുകയാണ്. തയ്യാറായിക്കോ, മാറ്റത്തിൻ്റെ അത്ഭുത സമയമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ കണ്ണുകളെ അടച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്പനേരം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ. നിൻ്റെ ശരീരത്തിൻ്റെ മേലൊരു വിടുതൽ നടക്കാൻ പോകുന്നു. നിൻ്റെ വീടിൻ്റെ അകത്തൊരു വിടുതൽ, നിൻ്റെ തലമുറയുടെ മേലൊരു ദൈവിക വിടുതൽ, നിൻ്റെ ഭവനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നൊരു ദൈവിക വിടുതൽ, നിൻ്റെ ദേശത്തെ പിടിച്ച് കുലുക്കുന്നൊരു ദൈവിക വിടുതൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുകയാണ്. എല്ലാവരും അല്പനേരം ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അഗാധമായി ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു പിതാവേ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ അടുത്തു വരുന്നു. അപ്പാ, പല പ്രിയപ്പെട്ട അങ്ങയുടെ മക്കളും ഒരുപാട് സങ്കടങ്ങളെ പ്രതി അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുകയാണിപ്പോൾ. കർത്താവേ, മുൻപോട്ട് പോകാൻ നിർവാഹമില്ലാതെ വഴി അടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിൻ്റെ മക്കളെ നിൻ്റെ കൈയുടെ കരുത്തിനാൽ മുൻപോട്ട് നയിക്കുമാറാകണമേ. പാതകളെ തുറക്കുവാനും വാതിലുകൾ അടയാതിരിപ്പാനും ബലമുള്ള വലങ്കരം കൊണ്ട് നീ ഞങ്ങളെ മുറുകെ പിടിക്കുമാറാകണമേ. നാഥ, നീ ഞങ്ങളുടെ മുൻപേ പോകുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ സഞ്ചരിക്കുന്ന പലതിനെയും പിൻപിലാക്കുന്നൊരു ദൈവിക ബലം ഞങ്ങൾക്കിന്ന് നൽകുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് സങ്കടങ്ങളാൽ മനസ്സ് നിറഞ്ഞ് എനിക്ക് മടുത്തു, എനിക്കിനി വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കണ്ണുനീരോടെ വേദനയോടുകൂടെ ശുശ്രൂഷയുടെ മുൻപിൽ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അങ്ങയുടെ മകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന കഠിനമായ വേദന അത് മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം നിറയുമാറാകട്ടെ. കർത്താവെ, മനസ്സിന് സമാധാനം വന്നു ചേരുമാറാകട്ടെ. ഇരിക്കുന്ന ഇടത്തു നിന്ന് എഴുന്നേൽക്കാനുള്ള ബലം പോലുമില്ലാതെ ചില വിഷയങ്ങൾ കേട്ടതിനെ തുടർന്ന് ആകമാനം മരവിച്ചൊരു അവസ്ഥയിൽ ഇരിക്കുന്നിടത്ത് തന്നെ ബലം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വാടി തളർന്നു പോയിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ശക്തിയെ ഇപ്പോൾ തന്നെ അയക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇവരിലേക്ക് ദൈവത്തിൻ്റെ ബലം വ്യാപരിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മനസ്സിൻ്റെ എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ. പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ
അത്രമേൽ സങ്കടം തിങ്ങി നിറഞ്ഞ മാനസികാവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴൊരു ദൈവിക സ്വാന്തനം അവരുടെ മേൽ നിറയട്ടെ. അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത വിധമുള്ള സമാധാനത്തിൻ്റെ വലിയൊരു അളവ് അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിർവാഹമില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാനോ ആവുന്നില്ല കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ വലിയൊരു പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ സൊല്യൂഷൻസ് ഒന്നുമില്ലാതെ ഭാരത്തോടായിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അത്ഭുതകരമായൊരിത് എൻ്റെ ദൈവം ഒരുക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ കണ്ണുകളെ സന്തോഷത്താൽ ആനന്ദാശ്രുക്കൾ പൊഴിയുമാറ് ആനന്ദം പകരുന്നൊരു വലിയ അത്ഭുത കാഴ്ച ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ഒരുക്കുമാറാകണമേ. മുൻപിലൊന്നും കാണാൻ കഴിയാതെ ആകമാനം പ്രയാസങ്ങളാൽ നിറയപ്പെട്ടൊരു എതിരിൻ്റെ സാഹചര്യത്തിൽ മോശയുടെ മുൻപിലെ കടലിനെ വഴിയാക്കിയ ദൈവത്തിൻ്റെ ശക്തി, അങ്ങയുടെ ബലമുള്ള ഭുജം തന്നെ ഇന്ന് ഇവരുടെ മുൻപിൽ നീട്ടി എൻ്റെ കർത്താവ് ഇവർക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ പാതയെ തുറന്നു കൊടുക്കുന്നതിനായി ദൈവമേ ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മുൻപിൽ ഇതാ ഒരു അതിശയത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയം വളരെ നിർണായകമാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ മുൻപിൽ ദൈവം ഒരു വൻവാതിൽ തുറക്കുകയാണ്. ഒരു വഴിയുമില്ലാത്ത നിനക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കുകയാണ്. ജീസസ്, ഹല്ലേലൂയ. ചില സ്ഥലത്തേക്ക് ചെല്ലാൻ ഭയപ്പെട്ട്, സ്വന്തം നാട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്ന് കയറാൻ പേടിച്ച്, ഒരു ഒളിവിടത്തിൽ എന്നതുപോലെ ആയിരുന്നു ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കുചേരുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ സ്വന്തം ഭവനത്തിലോ ചെന്ന് കയറാൻ വയ്യാതെ വണ്ണം ചില വിഷയങ്ങൾ ആ പ്രദേശത്ത് നിങ്ങളെ വല്ലാതെ ഭരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, തീ എരിഞ്ഞു കത്തുന്നതിന് നടുവിൽ എബ്രായ ബാലന്മാർ പൊള്ളലേൽക്കാതെ നടന്നതുപോലെ നിൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ആഞ്ഞു കത്തുന്ന ഈ വല്ലാത്ത പ്രോബ്ലത്തിൻ്റെ നടുവിൽ ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് തന്നെ, ഇന്ന് ഉച്ച കഴിയുന്ന സമയത്ത് നിനക്ക് യാത്രയുടെ ക്രമീകരണമാകും. ദൈവം നിന്നെ മുൻപോട്ടേക്ക് നയിക്കും. യേശുവേ, പോകാനുള്ളൊരു ധൈര്യം അങ്ങയുടെ മക്കളുടെ മേൽ ഞാൻ പകർന്നു പ്രാർത്ഥിക്കുകയാണ്. എന്തും വരട്ടെ, പോയി നോക്കാം എന്നുള്ള നിലയിൽ ഇരുട്ടിനെ വകവെക്കാതെ അധികാലത്തെ എഴുന്നേറ്റ് യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് കടന്നു പോയ സ്ത്രീകൾ തുറക്കപ്പെട്ട കല്ലറയുടെ കവാടവും അതിലൊരു ദൈവദൂതൻ ഇരിക്കുന്നതും കണ്ടതുപോലെ പ്രക്ഷുബ്ധമായൊരു സാഹചര്യത്തിലേക്ക് എന്തും വരട്ടെ എന്ന് മനസ്സാൽ ഉറപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മുൻപിൽ ദൈവദൂതന്മാർ കാര്യങ്ങളെ പരിഹരിച്ചിട്ടിരിക്കുന്ന അത്ഭുത കാഴ്ച ഇവർ കാണാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളത് കാണും. നിങ്ങൾ ചെല്ലുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയം പരിഹരിച്ചിരിക്കുന്ന കാഴ്ചയെ നിങ്ങൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു എന്ന നാമം ഉരുവിടുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ, ആ നാമം ഉച്ചരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ, ആ നാമം പറയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെ ഞങ്ങൾ വിശ്വാസത്തോടെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ഞങ്ങളെ കൈവിടാത്തതിനാൽ, യേശു ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനാൽ ഞങ്ങൾ ഇന്ന് ഈ പ്രയാസങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങളെ തന്നെ ദർശിക്കും. കർത്താവ് തുറക്കുന്ന വലിയ വാതിലിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ തലമുറയെ ദൈവം ഇന്ന് തൊടുന്ന ദിവസമാണ്. ഗ്ലോറി ടു ജീസസ്. ആ തലമുറയെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ മക്കളുടെ കരങ്ങളിൽ നീ ഏൽപ്പിച്ച ഈ കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുന്നുവെങ്കിലും അവരിന്നും ഈ മാതാപിതാക്കളുടെ മനസ്സിൽ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൻ്റെയും ഭാവിയുടെയും പല കാര്യങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ മനസ്സിൽ സമാധാനമില്ലാതെ, തെല്ലും സ്വസ്ഥതയില്ലാതെ, ദൈവമേ ഒരു വാതിലെൻ്റെ കുഞ്ഞിനു വേണ്ടി തുറക്കണമേ എന്ന് വല്ലാതെ നിലവിളിച്ചുകൊണ്ട് തിരുമുമ്പിൽ പ്രാർത്ഥനകൾ ഇടതടവില്ലാതെ അർപ്പിക്കുന്ന അങ്ങയുടെ മക്കളുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ ഇന്ന് സ്വർഗം ചായ്ച്ച് ഒരു വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നോട് എൻ്റെ കർത്താവായ യേശു പറയുന്നു, നിൻ്റെ കുഞ്ഞിനു വേണ്ടി ഇന്ന് ഒരു വലിയ വിശാലതയുടെ അത്ഭുതം ഇറങ്ങി വരികയാണ്. ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ കാണും.
സ്വർഗത്തിൽ നിന്ന് തന്നെയാണിത് നടന്നതെന്ന് നിങ്ങൾ അറിയുന്ന നിലയിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ഇന്ന് നടക്കാൻ പോകുകയാണ്. ഇനി അതിൻ്റെ മേൽ കാലതാമസങ്ങൾ ഇല്ല. ദൈവപ്രവൃത്തിയുടെ സമയം അതിൻ്റെ മേലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം തന്നെയാണ്. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അതിശയവാതിൽ തുറക്കുന്നല്ലോ. കർത്താവ് ചില ക്രമീകരണങ്ങൾ ഒരുക്കുന്നല്ലോ. ദൈവം ചില വ്യക്തികളെ ഒരുക്കിക്കൊണ്ട് വരുന്നല്ലോ. ദൈവം ചില പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് ആവിഷ്കരിച്ച് വെച്ചിരുന്നത് ഓപ്പണാക്കി കൊടുക്കുന്നല്ലോ. അതിന് ഞാൻ നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ മേൽ നിന്റെ വലിയ അനുഗ്രഹം ഇന്ന് ചൊരിഞ്ഞിരിക്കുകയാൽ ദൈവത്തിന് നന്ദി. കർത്താവ് നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിയുകയാണ്. ദിവസങ്ങൾക്ക് പുറകിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത്, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സന്നാഹമാക്കി വെച്ചത് ഇന്നിതാ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. കർത്താവെ, താമസിക്കുന്ന ഇടത്ത് അതിനോട് അടുത്തും അകലെയുമൊക്കെയായി ഈ പ്രിയപ്പെട്ടവരുടെ സ്വൈര്യ ജീവിതത്തിന് പ്രശ്നങ്ങൾ ആയി നിലകൊള്ളുന്ന ചില മനുഷ്യർ, അവരെ പ്രതി ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ പോലും അപകടത്തിലും സങ്കടത്തിലുമായി യാതൊരു വിധത്തിലും ജീവിച്ചു പോകാൻ വയ്യാതെ ആഴമായി ക്ഷമിച്ചിട്ടും ഏറെ സഹിച്ചിട്ടും സ്വൈര്യത കൊടുക്കാതെ ഇവരുടെ നേരെ അലറി നിൽക്കുന്ന, കരിനാഗങ്ങളെക്കാൾ കരുത്തോടെ ഇവരുടെ നേരെ പണം വിരിച്ചു നിൽക്കുന്ന ചില ദുഷ്ട മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഇവർ അനുഭവിക്കുന്ന എല്ലാ നില ഉപദ്രവങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയാത്ത ഈ എതിരുകളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നീ കാണാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആ വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്നും നിന്റെ ജീവിതത്തിന് നേരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന അവരുടെ ആ ഒരു മൈൻഡ് സെറ്റിനെ ദൈവം തിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരെ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യാതെ വണ്ണം ദൈവം അതിനെ മാറ്റുന്ന ഒരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ പ്രവൃത്തി ഇതുപോലെ ഇറങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശല്യങ്ങളായ ചില വ്യക്തികൾ, ശല്യങ്ങളെന്ന് പറയുന്ന നിലയിൽ ഇടം വലം തിരിയാൻ അനുവദിക്കുന്നില്ല. ആകമാനം ശല്യമാണ്. കർത്താവേ, എനിക്കിതിലൊരു പരിഹാരം തരണമേ എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ മാസങ്ങളെല്ലാം ഈ വിഷയത്തെ പ്രതി ഏറെ നേരം ദൈവസന്നിധിയിൽ ജാഗരിച്ചതിന് ഇന്ന് പകലൊരു പരിഹാരം സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അതിൻ്റെ മേൽ ഇറങ്ങുകയായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ, ഫലവൃക്ഷങ്ങളെ നശിപ്പിച്ച് കളയുന്ന, ഇവരുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി തീരുന്ന, ഇവരോടുള്ള വൈരാഗ്യവും ദേഷ്യവും കലഹവും നിമിത്തം അകാരണമായി ഇവരുടെ പല നന്മകളെയും നശിപ്പിച്ച് കളയുന്ന, നാശം നിറഞ്ഞ ചിന്തകളുമായി ഇവർക്ക് നേരെ പോരടിക്കുന്ന മനുഷ്യരുടെ എല്ലാ നിലയിലുള്ള ക്രൂര പ്രവർത്തികളിൽ നിന്നും ഇന്ന് ദൈവം നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ശാശ്വത വിടുതലിനായി സമാധാനത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരത്ഭുതം ഇന്ന് നടക്കുന്നല്ലോ. ഹല്ലേലൂയ. ഒരു വിടുതൽ ഇന്ന് നടക്കുന്നല്ലോ. കർത്താവേ, നീ അതിന് മേൽ ഇറങ്ങിയിരിക്കുകയാൽ നന്ദി പറയുന്നു. നാഥാ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ കഴിയുന്നവരുടെ ഭവനത്തിൻ്റെ മേൽ എഴുന്നേറ്റ് നിൽക്കുന്ന ശക്തമേറിയ ചില വല്ലാത്ത ബാധ്യതകളെ എങ്ങനെ ജയിക്കും, എങ്ങനെ പരിഹരിക്കും, എങ്ങനെ കൊടുത്തു തീർക്കുമെന്നറിയാത്ത വല്ലാത്ത ചില ബാധ്യതകളെ തീർക്കുവാൻ തക്കവണ്ണം ഇവരുടെ ജീവ സാഹചര്യത്തിനകത്ത് നിന്റെ ഒരു വർധനവിനെ അയക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക വർധനവ് നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ഒരു ദൈവിക വർധനവ് ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു ദൈവിക വർധനവ് ഇവരുടെ മേൽ ഇറങ്ങുമാറാകട്ടെ. ഒരത്ഭുതം ഇതിൻ്റെ മേൽ സംഭവിക്കട്ടെ. വിശാലവും നിലനിൽക്കുന്നതുമായ ചില അതിശയ പ്രവൃത്തികൾ ഇതിൻ്റെ മേൽ ദൈവം അയക്കുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഉടരബലരകനജലഘടക ശമനജനാധിയ ഖനാഥനെ വലിയ മാറ്റങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ചില ഭവനത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ചുവടുകൾ വെച്ചിട്ടും വഴികൾ തുറക്കാതെ വല്ലാതെ ഭാരത്തോടായിരിക്കുന്ന ചില വല്ലാത്ത വിഷയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശില്പിയായി അതിൻ്റെ മേൽ ഇറങ്ങി അതിൻ്റെ മുഖാന്തരങ്ങളെ തുറന്ന് നിന്റെ മക്കളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ അവിടുത്തെ തിരുക്കരം ഇവർക്ക് തുറന്നു കൊടുക്കുന്ന
തൊടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഇവരുടെ ജോലി സ്ഥലത്ത് ഇറങ്ങുന്നല്ലോ, ദൈവം ഇവർ പാർക്കുന്ന സ്ഥലത്ത് ഇറങ്ങുന്നല്ലോ, ദൈവം ഇവരുടെ ബിസിനസ് മേഖലകളിൽ ഇറങ്ങുന്നല്ലോ. ആകമാനം ഒരു ചേഞ്ച് ഒരുക്കി, ഒരു വിശാലതയും വ്യതിയാനവും നൽകി നിന്റെ മക്കളെ നീ മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശരീരമാസകലം നീര് വെച്ച് വേദനയോടുകൂടെ ഇപ്പോൾ ഭവനത്തിലിരുന്ന് ശുശ്രൂഷ കാണുന്ന ഒരു ശരീരം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഴുത്തും താടിയും ചേർന്ന ഭാഗത്ത് പോലും കഠിനമായ നീര് വെച്ച് വീങ്ങി ശരീരമാസകലം ഒരു വീർത്ത് വരുന്നൊരവസ്ഥയിൽ വല്ലാതെ ശരീരം മുഴുവൻ നീര് കൊള്ളുന്നൊരു സാഹചര്യത്തിൽ അതിവേദനയോടെ ഹല്ലേലൂയ രുചികരമായ ആഹാരങ്ങളൊന്നും കഴിക്കാൻ കഴിയാതെ നിരന്തരം മരുന്നുകളുടെ അതിപ്രസരം ശരീരത്തിലേറ്റ് ഈ ചികിത്സാ വിധികളുമായി ജീവിക്കുമോ രക്ഷപ്പെടുമോ എന്ന് പോലും അറിയാതെ വണ്ണം വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഭവനത്തിൽ വന്നിപ്പോൾ വിശ്രമാവസ്ഥയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ വ്യാപരിക്കുമാറാകട്ടെ. ഒരു ക്രിയേറ്റീവ് മിറക്കിൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ. ശരീരഭാഗങ്ങളിലെ നീരുകൾ യേശുവിന്റെ നാമത്തിൽ വറ്റിപ്പോകുമാറാകട്ടെ. ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ നടക്കട്ടെ. ആശ്വാസത്തിൻ്റെ ദൈവകരം, സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ കരം, പരിപൂർണ ആരോഗ്യം നൽകുന്ന യേശുവിൻ്റെ കരം ഇപ്പോൾ ഇവരെ തൊടുന്നതിനായി സ്തോത്രം. സൗഖ്യദായകനും അത്ഭുതവാനായുമായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ആ സൗഖ്യം വെളിപ്പെടട്ടെ. ആ ശരീരത്തിൽ ഈ നിമിഷം തന്നെ ഒരു മാറ്റം ആരംഭിച്ചു തുടങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശാരീരിക രോഗങ്ങളെ പരിപൂർണമായും എടുത്തു മാറ്റുന്ന ദൈവകരം ഇപ്പോൾ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കാലുകളിലെ നീരുകൾ മാറിപ്പോകട്ടെ. വലിയ മന്ത് പിടിച്ച കാല് പോലെ നീര് വന്ന് വീങ്ങിയിരിക്കുന്നൊരവസ്ഥയിൽ യേശുവിൻ നാമത്തിൽ ആ അവയവങ്ങൾ സാധാരണ ഷേപ്പിലേക്ക് തിരിച്ചു വരുമാറ് അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന നീരുകൾ ഈ മിനിറ്റിൽ തന്നെ അത് വറ്റിമാറി തുടങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഇവർ ഈ ഉച്ച കഴിയാൻ തുടങ്ങുന്നതായ സമയത്തെത്തുമ്പോൾ ദൈവപ്രവൃത്തിയുടെ ശരീരത്തിൽ അതിൻ്റെ പരിപൂർണ അവസ്ഥയിൽ നാളുകൾക്ക് ശേഷം ഒരു ആരോഗ്യം നൽകിയ അത്ഭുത സാക്ഷ്യമായി ഇവരുടെ ശരീരത്തെ ആരോഗ്യപ്രദമാക്കി തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള വാർത്ത കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മഹത്തരമായ മാറ്റം, ഒരു ആരോഗ്യകരമായ ജീവിതാവസ്ഥ ഇവരുടെ ശരീരത്തിന് മേൽ ദൈവം മടക്കി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യം മടങ്ങി വരുന്നു, നിങ്ങളുടെ സൗന്ദര്യം മടങ്ങി വരുന്നു, ശരീരത്തിലെ പാടുകൾ സഹിതം മാറിപ്പോകുന്ന ഒരു ദൈവ പ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ ഇറങ്ങുകയാണ്. കർത്താവേ, മദ്യത്തിന് ലഹരിക്ക് അഡിക്റ്റഡ് ആയിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിൻ്റെ വിടുതൽ ഇപ്പോൾ ഇറങ്ങുന്നല്ലോ. ഇനി മദ്യപിക്കുന്നില്ലെന്നുള്ള തീരുമാനത്തെ, ഇനി ആ തെറ്റുകളിലേക്ക് പോകുന്നില്ലെന്നുള്ളതായ ഇവരുടെ തീരുമാനത്തെ വല്ലാത്ത നിലയിൽ കടന്നാക്രമിച്ചുകൊണ്ട് ആ പ്രലോഭനം അത് തീവ്രമായി എഴുന്നേറ്റ് വരുമ്പോൾ ഈ ശരീരങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലിലേക്ക് നിലനിൽക്കുവാൻ, ആ ജയത്തിൽ തുടരുവാൻ തക്കവണ്ണമുള്ള ആത്മശക്തിയെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയെ ഇവരുടെ മേൽ പ്രദാനം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇനി പഴയ പാപത്തിലേക്ക് പോകാതെ ഈ നീതിബോധത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ആത്മാവിനാൽ ഒരു കരുത്ത് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറേ ദിനങ്ങളായി തുടർന്നു വരുന്നതായ ദൈവകൃപയിലുള്ള ജീവിതത്തെ കടന്നാക്രമിച്ച് വീഴ്ത്തി കളയുവാൻ ശത്രു ഒരുക്കുന്ന എല്ലാവിധമായ പ്രലോഭന തന്ത്രങ്ങളിലും ആത്മാവിൽ ജയമെടുത്ത് നിൽക്കുവാൻ വേണ്ടതായ ദൈവീക ബലം യേശുവിൻ നാമത്തിൽ പകരുകയാണ്. യേശുവിൻ നാമത്തിൽ പകരുകയാണ്. ഒരു പുതിയ ശക്തിയാൽ ദൈവം നിന്നെ നിറയ്ക്കുന്നു. ഒരു പുതിയ കൃപ നിന്റെ മേൽ ഇപ്പോൾ പകരുന്നു. ദൈവം നിന്നെ ഇന്ന് വരെ കാണാത്തൊരു ദൈവകൃപയുടെ ശക്തിയാൽ നിലനിർത്താൻ പോവുകയാണ്. നീ ആഗ്രഹിച്ച ആത്മീക ജീവിതത്തിൻ്റെ നിലനിൽക്കുന്ന അനുഭവം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. ഇനി നിന്നെ പാപത്തിന് വിട്ടുകൊടുക്കാതെ, ഇനി നിന്നെ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ഇനി നിന്നെ പ്രലോഭനങ്ങളിൽ വീഴാൻ അനുവദിക്കാതെ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുമെന്നും തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവനുമാം യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ ആത്മീക ജീവിതത്തിൻ്റെ വിജയകരമായ നിലനിൽപ്പ് അത് തുടരുവാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപയെ, ദൈവശക്തിയെ നിങ്ങളുടെ മേൽ തുറക്കുന്നു. യേശുവിൻ നാമത്തിൽ ഒരു പുതിയ ദൈവശക്തി നിങ്ങളുടെ മേൽ നിറയുന്നു. കർത്താവാം യേശുവിൻ നാമത്തിൽ നിങ്ങൾ കരുത്ത് പ്രാപിക്കുന്നു. ഈ നിമിഷം തന്നെ ദൈവം ആ മക്കളെ തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അസാധാരണമായ ഒരു അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ നിറയുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ചില ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾ, വീടുകൾക്കകത്ത് വാഴുന്ന ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ ശരീരങ്ങളെ വിട്ട് അഴിഞ്ഞു മാറട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലരുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ ഭൂതബാധകൾ അഴിഞ്ഞു മാറി ചില വലിയ വിടുതലുകൾ ഇവരുടെ മേൽ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശരീരം കൊണ്ട് വികൃതമായ ചേഷ്ടകൾ കാണിക്കുന്ന, ഇവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരുടെ ശരീരങ്ങളുടെ മേൽ എന്തോ ഒരു സ്വാധീനമുണ്ടെന്ന് ഇവർക്ക് തന്നെ വ്യക്തമാകുന്ന നിലയിൽ ഇവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും ഭൂതബാധകളും സർപ്പശക്തികളും യേശുവിൻ്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറി ഒരു വിടുതൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇവരുടെ മേൽ നിറയുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ രക്തം ഇവിടേക്ക് കടന്നു ചെല്ലുന്നല്ലോ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ആ അന്തരീക്ഷത്തെ നിറയുന്നല്ലോ. യേശുവിൻ്റെ ചോരയുടെ
കൃപയുടെ കരുത്ത് ആ ഭവനത്തിൻ്റെ മേൽ മൂടുന്നല്ലോ. വീണ്ടെടുക്കപ്പെട്ടൊരു കുടുംബമായി ഇത് മാറേണ്ടതിന്, ദൈവകൃപയിൽ ഇത് വസിക്കേണ്ടതിന്, യേശു വില കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇവരും പെടേണ്ടതിന് ഇപ്പോൾ തന്നെ കർത്താവ് ഒരുക്കി കൊടുക്കുന്ന അത്ഭുതകരമായ വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നിലയിലുള്ള കൂരിരുട്ടുകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരു വിശാലമായ വിടുതൽ ഇവരുടെ വീടിൻ്റെ അകത്ത് ഇപ്പോൾ തന്നെ നിറയപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രവചനദൂത് കാണുന്ന കേൾക്കുന്ന നാളുകളായി ഇതിൽ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അസാധാരണമായ വെളിച്ചത്തിൻ്റെ അവകാശങ്ങൾ പ്രാപിപ്പാനുള്ള ഒരു കൃപ ഇവരുടെ മേൽ കൊടുക്കുന്നതിനായി സ്തോത്രം. ചില ഛർദില് പോലെ തികട്ടി വരുന്ന അവസ്ഥകളുടെ മേൽ ദൈവപ്രവൃത്തി ഇപ്പോൾ നടക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ഇവരുടെ ശരീരങ്ങളിലുള്ള എല്ലാ നിലയിലുള്ള കൈവശം പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇവരുടെ ഉദരത്തിൽ കിടക്കുന്ന ദോഷകരമായ വസ്തുക്കൾ ഛർദ്ദിച്ച് പുറത്തു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലെ രോഗങ്ങൾ തന്നെ അങ്ങനെ മാറിപ്പോകട്ടെ. ചില ബന്ധനങ്ങൾ അങ്ങനെ അഴിഞ്ഞു മാറട്ടെ. കാലങ്ങളായി തളർന്നു കിടക്കുന്ന ചിലർ അങ്ങനെ എഴുന്നേറ്റ് വരട്ടെ. ചില കുടുംബങ്ങളെ നശിപ്പിക്കുന്ന നാശത്തിൻ്റെ കൊടുങ്കാറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ഇവരുടെ ശരീരങ്ങളുടെ മേൽ കുടിയിരിക്കുന്ന ഇരുട്ടിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ദുരധിനിവേശങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള ശക്തിയാൽ ഇപ്പോൾ തന്നെ മാറട്ടെ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിന്റെ കാരാഗ്രഹത്തിന്റെ അകത്ത് വെളിച്ചം വീശി ദൂതനിറങ്ങി ചങ്ങലകൾ സ്വതവേ അഴിഞ്ഞു. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിന്റെ അകത്തൊരു വെളിച്ചം വീശട്ടെ. ദൈവദൂത സാന്നിധ്യങ്ങൾ ഇവരുടെ വീടിന്റെ അകത്ത് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ ഇവർ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ മേൽ അസാധാരണമായൊരു ദൈവപ്രവൃത്തി നടക്കുന്നു. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കുക. In Jesus name, 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 in Jesus name. അത് അഴിഞ്ഞു മാറട്ടെ. ഇരുട്ടിന്റെ അധികാരങ്ങൾ തകരുന്നു, ബന്ധനങ്ങൾ തകരുന്നു, ചങ്ങലകൾ അഴിയുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടുന്നു. ലോകത്തിൻ്റെ പല കോണുകളിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഒരുപോലെ വിടുതൽ പ്രാപിക്കുന്ന ഒരു ഡിവൈൻ എൻകൗണ്ടർ ഡേ ആയി ഇത് മാറിയിരിക്കാൻ സ്തോത്രം. കൂട്ട ഡെലിവറൻസുകൾ, കൂട്ടത്തോടുള്ള രോഗശാന്തികൾ, കൂട്ടത്തോടെയുള്ള വലിയ വിമോചനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ കാണുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അനേകം ദൂതന്മാർ, ആയിരക്കണക്കിന് ദൈവദൂതന്മാർ ഈ ഭൂമിയിലേക്ക് ഈ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വരുന്നു. അനേക വീടുകൾക്കകത്തേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ പ്രവേശിക്കുന്നു. ബന്ധിക്കപ്പെട്ട നിരവധി ആൾക്കാർ വിമോചനം പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സർവമായ ശക്തിയാൽ ഈ നിമിഷം തന്നെ അനേക മനുഷ്യരുടെ മേൽ വിടുതലിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. പ്രാപിക്കുക. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശരീരങ്ങളുടെ മേൽ വ്യാപരിച്ചു കിടക്കുന്ന ആ ദുർഭൂത ആത്മാക്കളെ ഞാൻ ശാസിക്കുന്നു. വിട്ടുപോവുക. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കംപ്ലീറ്റ് ആയിട്ട് രോഗം മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ജീസസ്, ജീസസ്. അലറി വിളിച്ചുകൊണ്ട് പല ശരീരങ്ങളിൽ നിന്നും ഭൂതാത്മാക്കൾ പടിയിറങ്ങി പോകുന്നു. ഓ ജീസസ്. വ്യക്തമായ സ്വാതന്ത്ര്യം. നീ അനേക ഇടങ്ങളിൽ പോയിട്ടും ലഭിക്കാത്തൊരു വലിയ വിടുതൽ യേശു ക്രിസ്തു നിന്റെ വീട്ടിൽ ഇപ്പോൾ വന്നതിനാൽ നടക്കുന്നു. നിന്റെ വീട്ടിൽ യേശു ഉണ്ടെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അത്ഭുത വിടുതൽ, പ്രത്യക്ഷമായൊരു അടയാളം നിന്റെ വീടിൻ്റെ അകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിടുതലാകട്ടെ. Glory to Jesus, glory to Jesus. യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പാ, അതിശയങ്ങൾ നടന്നതിനായി സ്തോത്രം. ഒരുപാട് പേരുടെ മേൽ ദൈവിക വിടുതൽ നടന്നതിനായി സ്തോത്രം. അത്ഭുതം സംഭവിച്ചതിനായിട്ട് സ്തോത്രം. ജീസസ്. നന്ദി യേശുവേ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മഹത്വം നിറഞ്ഞ നാമത്തിൻ്റെ ഏക മഹിമയാണ് ഈ അത്ഭുതങ്ങൾക്ക് കാരണം. അങ്ങയുടെ നാമം ലോകത്തെന്തിനേക്കാളും ശക്തിയേറിയതാണ് യേശുവേ. ആയതിനാലാണ് ഈ വിടുതൽ ഇപ്പോൾ നടന്നത്.
ദുഷ്ടനെ എതിർക്കാൻ കഴിയാൻ പറ്റാത്ത നിലയിൽ, പിശാചുകൾക്ക് എതിർക്കാൻ പറ്റാത്ത രീതിയിൽ യേശുവിൻ്റെ നാമം എത്രയോ കരുത്തേറിയത്. ആ നാമത്തിൻ്റെ മഹത്വത്താൽ സംഭവിച്ച ഈ അത്ഭുതകരമായ വലിയ ജയത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാഥാ, അങ്ങേക്ക് നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുപാട് വീടുകളിലേക്ക് അനേകം ദൈവദൂതന്മാർ കയറി വരികയും ഈ ശുശ്രൂഷ ഇന്ന് അനേക ദേശങ്ങളിൽ ഒരു വലിയ വിടുതലായി തീർന്നിരിക്കുന്നതായി പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ മണിക്കൂറുകളിൽ നിങ്ങളായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ യേശു വന്നു എന്നതിൻ്റെ വലിയ തെളിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രാർത്ഥന തുടർമാനമായി പ്ലേ ചെയ്ത് കേൾക്കുന്ന വീടുകൾ, സ്ഥലങ്ങൾ പിശാചുക്കളുടെ ബാധകളിൽ നിന്ന് സ്വതന്ത്രമാകും. ഭൂതാത്മാക്കൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകും. ഭൂതബാധയുള്ള വ്യക്തികൾ ഈ പ്രാർത്ഥന കേട്ടാൽ അവരിലുള്ള പിശാചുകൾക്ക് പിന്നെ അവരിൽ ഇരിക്കാൻ കഴിയാതെ വണ്ണം യേശുവിൻ്റെ നാമത്തിൻ്റെ സർവശക്തിയാൽ അവർ സ്വതന്ത്രരാകും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ വിടുതലിൻ്റെ സമയമാണിത്. ഇന്നത്തെ ഈ പ്രവചനദൂത് വെറുമൊരു പ്രസംഗം അല്ലായിരുന്നു. കർത്താവ് ചെയ്ത വലിയൊരു പ്രവൃത്തിയായിരുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം. കോട്ടയത്ത് ആരാധനയിൽ വന്നത് പരസ്യമായി പ്രസ്താവിക്കണം. എറണാകുളത്ത് നിന്ന് ഒരാൾ ഒരു കൊറിയർ ഇങ്ങോട്ട് അയക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കയ്യിലേക്ക് ആ സാധനം എത്തിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അത് ഡെലിവറി ചെയ്യുന്നൊരു ഡെലിവറി ബോയ് ആണെന്ന് കരുതുക. ഓഫീസിൽ വന്നു, എൻ്റെ കയ്യിൽ നിങ്ങളുടെ അഡ്രസ്സ് കിട്ടി. ഞാൻ ആ അഡ്രസ്സ് വായിച്ച് നോക്കിയപ്പോൾ നിങ്ങളുടെ അഡ്രസ്സാണ്. ഞാൻ ആ സാധനവുമായിട്ട് നേരെ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങൾക്കത് തന്നു. നാളെ നിങ്ങൾ 10 പേരോട് പറയുകയാണ്, ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങൾക്കിത് തന്നത്. പക്ഷേ നിങ്ങൾ ഓർഡർ ചെയ്തത് ഒരു നിശ്ചിത കമ്പനിയിലാണ്, അവരാണ് നിങ്ങൾക്കിത് അയച്ചു തന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഡീലിങ്ങിൻ്റെ ഇടയ്ക്ക് ക്രിസ്റ്റി എന്ന് പറയുന്ന ആൾ ജസ്റ്റ് അത് ഡെലിവറി ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മാത്രമേ വന്നുള്ളൂ. അതിൽ ഞാൻ എന്ന വ്യക്തിക്ക് മഹത്വം എടുക്കാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഉദാഹരണത്തിന് നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിച്ചു. ഈ ഫോൺ നിങ്ങൾ ഓൺലൈനിലാണ് മേടിച്ചത്. നിങ്ങൾ ഓൺലൈനിൽ ക്യാഷ് അടച്ചു. അവിടുന്ന് ഈ സാധനം വരുമ്പോൾ ഇത് കൊണ്ടുതരാൻ ഒരാൾ വേണമല്ലോ. അങ്ങനെ വരുന്ന ഒരാളുടെ റോള് മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ സാക്ഷ്യങ്ങളോ ഈ അത്ഭുതങ്ങളുടെയോ പേരിൽ എനിക്ക് മഹത്വമെടുക്കാൻ ഒന്നുമില്ല എന്ന് പരസ്യമായി ലോകത്തോട് ഞാൻ പറയുന്നു. ഇത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് വ്യക്തിപരമായി കിട്ടിയ വിടുതലാണ്. അത് നിങ്ങൾക്ക് തരാൻ കർത്താവ് പ്രസാദിച്ചു, നിങ്ങളത് വിശ്വസിച്ചു, നിങ്ങൾക്ക് കിട്ടി. അതിനൊരു മുഖാന്തരമായി മാത്രം ദൈവം ഉപയോഗിച്ചൊരു ചാലകം മാത്രമാണ് ഈ മനുഷ്യൻ. ഇയാൾക്കിതിലൊരു മഹത്വവുമില്ല. അതുകൊണ്ട് മുഴുവൻ ആരാധനയും സ്തോത്രവും സ്തുതിയും ബഹുമാനവും യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ പേര് പ്രതിപാദിക്കപ്പെടുന്നതിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിന് മാത്രം മഹത്വം അർപ്പിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ യേശു നിങ്ങൾക്ക് ചെയ്തു എന്നുള്ളത് മാത്രമാകട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആത്മീക ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയം IMA ഹാളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്നു. നിങ്ങളെ സന്തോഷത്തോടെ ആ പ്രിയപ്പെട്ട ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. വരുവാനും ദൈവകൃപ ധാരാളമായി അനുഭവിക്കാനും കർത്താവ് നിങ്ങൾക്കൊരുക്കുന്ന ഒരു സുവർണാവസരം. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് കർത്താവിൻ്റെ ഒരു ദർശനമാണ്. ഈ LCPC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഈ LCPC ചർച്ചുമായി അസോസിയേറ്റ് ചെയ്യുന്ന സകല കുടുംബങ്ങളിലും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന നിലയിലുള്ളതാണ്. നിങ്ങളെ ഞങ്ങൾ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പല ആത്മീക ശുശ്രൂഷകളിൽ പങ്കുചേർന്നിരുന്നു, വിശ്വാസ അനുഭവത്തിൽ ജ്വലിച്ചു നിന്നിരുന്നു. എന്നാൽ ഇടക്കാലം കൊണ്ട് നിങ്ങൾ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് മേൽ ദൈവം നൽകുന്ന ഒരു രണ്ടാമത്തെ തുടക്കത്തിൻ്റെ ഇൻവിറ്റേഷനാണിത്. സഭയിലേക്ക് നിങ്ങൾ വരണം. യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളെ ദൈവം വിളിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇരിക്കാൻ സമയമില്ല. മതി നിങ്ങളിങ്ങനെ ആയത്.
നിങ്ങളുടെ ചൂരച്ചെടിത്തണലിലെ തളർന്നു കിടക്കുന്ന സമയം തീർന്നിരിക്കുന്നു. ദൈവം ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച സഭയിൽ കണ്ടേക്കണം. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും. ഈ വരാൻ പോകുന്ന 2-ാം ശനിയാഴ്ച തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര എന്ന സ്ഥലത്ത് ഡോൺ ബോസ്കോ കോളേജിൻ്റെ എതിർവശത്തായിട്ട് അശോക ഹാളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ്. തൃശ്ശൂരും പാലക്കാടും ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരമൊരുക്കുകയാണ്. ഞങ്ങളെത്തും. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വീകരിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് ഞാൻ ആഴമായി കരുതട്ടെ. എല്ലാ മഹത്വവും എൻ്റെ യജമാനനും കർത്താവും അന്നദാതാവും ഉടമസ്ഥനും പ്രാണനാഥനുമായ എൻ്റെ യേശുവിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. നാളെ രാവിലെ ദൈവകൃപയുടെ പുതിയ വാക്കുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.